സോ ഹലോ ഗൈസ്, നമ്മളിന്ന് എന്താണ് അടിച്ചു മാറ്റാൻ പോണതെന്ന് എനിക്ക് പോലും അറിയാൻ മേല ഗൈസ്. എന്തായാലും നമുക്ക് ആദ്യമായി നമ്മളെ കളക്ഷൻ കാണാം ഗൈസ്. ഓടിപ്പോവാം, ഈ വഴി തന്നെ പോവാം ഗൈസ്. ഓടിച്ചാടി പോവാം. എവിടെ 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 ഇവിടെ തന്നെയാണ് എൻ്റെ കളക്ഷൻ. അതൊന്നും മറ്റേതേ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതേ ലംബോർഗിനി ആർ ജി ബി ഇത് ഗോൾഡ്, പിന്നെ ഇതിൻ്റെ റോൾസ് റോയ്സിൻ്റെ 3 തരം, പിന്നെ സാധാരണ, പിന്നെ ഒരു മോൺസ്റ്റർ ട്രക്കും എമറാൾഡ് സൂപ്പറാണ് ഉള്ളത്. അപ്പം നമുക്കിനി ഇന്നൊരു സാധനം ഉണ്ട്, എന്തെങ്കിലും നമുക്കിന്ന് പോയി മേടിക്കണം. എന്ന് വെച്ചാൽ കളക്ഷന് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ആദ്യമായി ഷിൻചാൻ്റെ അടുത്ത് പറയാം, ഞാൻ ഇത് അടിച്ചു മാറ്റാൻ പോവാണെന്ന്. നമുക്ക് പറയാൻ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, അല്ലേ ചെറുക്കൻ കിടന്ന് കരയും. പെട്ടെന്ന് പോവാൻ കാശ്. എടാ ഷിൻചാനെ, ഞാനൊരു സ്ഥലം വരെ പോവാണേ. ശരി ഫ്രാങ്ക്, പെട്ടെന്ന് പോയിട്ട് വാ. സോ ഗൈസ്, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകാൻ. ഷിൻചാൻ നമുക്ക് സാങ്ഷനൊക്കെ തന്നിട്ടുണ്ട്. സാങ്ഷൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലേ, നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അവൻ കടന്ന് കരയത്തൊന്നുമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് നമുക്ക് പോവാം. ഡൊമിങ്കോസിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. ഇന്നെന്താ എന്തെങ്കിലും സ്പെഷ്യൽ മിഷനും പിന്നെ സ്പെഷ്യലായ സാധനം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്നൊരു വീക്കെൻഡാണ് ഗൈസ്. വീക്കെൻഡുകളിൽ അവൻ ഇങ്ങനത്തെ മിഷൻസും കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കും. ഒരു വീക്കെൻഡിലാണ് നമുക്ക് നമ്മുടെ കളക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വീക്കെൻഡിലും പുതിയ തരം വല്ല കളക്ഷൻ തുടങ്ങാൻ പറ്റുമായിരിക്കും. അവൻ എന്താ പറയണമെന്നറിയില്ല ഗൈസ്. ചിലപ്പോൾ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു കളയും, അതൊക്കെ അങ്ങനെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കണമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ഇവൻ്റെ വഴി കുറച്ചിട്ടാണ്, ആൾക്കാരൊക്കെ ചിലപ്പോൾ ചത്തു പോകും. സോ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഞാൻ പറഞ്ഞൊന്നും ലാഗ് അടിപ്പിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാർ ഉള്ളിലേക്ക് ഇടിച്ച് കയറ്റാം. തുറക്ക്. ഇടിച്ചപ്പോൾ പോയത് പോയെന്നാ തോന്നണം. ഇല്ല 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 സീനൊന്നുമില്ല. പെട്ടെന്ന് അകത്തേക്ക് തുറന്ന് കയറാം. എവിടെയാണ്? ഇവിടെ പാർക്ക് ചെയ്യാം. ഇന്ന് അവൻ്റെ അടുത്ത് ഈ സ്വിമ്മിങ് പൂളിൻ്റെ കാര്യം പറഞ്ഞിരിക്കും. ഇത് ചെറുതാണിത്. ഷിൻചാന് പോലും ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മളെന്തായാലും ഇന്ന് പോയി പറഞ്ഞിരിക്കും. എന്തായാലും ഈ സിമ്പിൾ വലുതൊക്കെ നിങ്ങൾ എൻ്റെ വീട്ടിലെ സിമ്പിൾ കണ്ടാണ്. എനിക്ക് സുഖമായിട്ട് കുളിക്കാം. ഷിൻചാൻ എയർ ബാഗ് വേണം കേട്ടോ ഇറങ്ങണം, അത് വേറെ കാര്യം. അതായത് നമുക്ക് പെട്ടെന്ന് കയറിപ്പോകാം. കയറി അത്രയല്ല. ഡൊമിങ്കോസേ മോനെ, എടാ നിനക്ക് കോൾ അടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് JCB ഉണ്ട്. ആ JCB എവിടെയാന്ന് അറിയണമെങ്കിൽ ഞാൻ പറയാൻ മിഷൻസ് നീ ചെയ്തു തരേണ്ടി വരും. സോ ഗൈസ്, അവൻ നമുക്ക് മിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നു. മിഷൻ എന്താണെന്ന് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. മിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ ജുറാസിക് പാർക്ക് അത് തന്നെ ജുറാസിക് പാർക്കിൽ പോയിട്ട് ഡൈനോസറിൻ്റെ എഗ്സ് കളക്ട് ചെയ്യുന്ന വന്നം. എന്തിനാണെന്നൊന്നും അറിയില്ല. അവൻ പറഞ്ഞു എവിടെ അതിൻ്റെ ലൊക്കേഷനും പിന്നെ എന്തിനാണെന്നുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞു തരാമെന്നാണ്. എനിക്കറിയില്ല ഇവൻ എന്തിനാണ് ഈ ഡൈനോസറിൻ്റെ മുട്ട. എനിക്കൊന്ന് പുഴുങ്ങി തിന്നാനാണെന്ന്. ദൈവത്തിനറിയാം. നമുക്കെന്തായാലും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോവാം. ഇനി ഞാൻ കഥയൊന്നും പറയാനില്ല. ഇതെന്താണ് സീനായല്ലേ. എന്തായാലും ഇവിടെ അടുത്താണ് സ്ഥലം, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇന്ന് അവിടെ ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ഓടിക്കണം ഗൈസ്. കാരണം ഞാൻ പണ്ടൊരു വട്ടം ഇവിടെ ട്രെയിനിൽ ബോംബ് വെച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം ഇവരിവിടെ ട്രെയിൻ ഇടാറില്ല. ഇവിടെ ട്രെയിനില്ല ഗൈസ്. നമുക്കിനി ഉള്ളിൽ പോയി ഇനി ഉള്ളിലേക്ക് പോവാം. ഇവിടെ നിന്ന് കറങ്ങിയിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ട്രെയിൻ ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്, ട്രെയിനും ഇല്ല. ആൾക്കാരങ്ങോട്ട് വന്നാലോ? വേണ്ട. എനിക്ക് തോന്നുന്നു ഈ ഡൈനോസറിൻ്റെ എഗ്സ് എടുത്തിറങ്ങുമ്പോൾ തന്നെ പോലീസ് വരും. കാരണം ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇങ്ങനത്തെ ഡോർ ഉണ്ടെങ്കിൽ ഇത് ഓൺലി ഫോർ ടൂറിസ്റ്റ് പർപ്പസ് ആണ്. ഗൈസ്, ഞാൻ പറഞ്ഞാൽ ഞാൻ ലാഗൊന്നും അടുപ്പിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് തിരഞ്ഞാലും നമുക്കിത് കിട്ടുള്ളൂ ഗൈസ്. ഇനി കുറച്ച് തിരയാനൊക്കെ ഉണ്ട്. എവിടെയാണെന്നൊന്നും അറിയില്ല. മിക്കവാറും ടീറക്സ് ഒന്ന് കടിച്ചെടുത്തുകൊണ്ട് പോകും. കാരണം ടീറക്സിൻ്റെ മുട്ട എടുക്കാനാണ് അവൻ പറഞ്ഞത്. സോ ഗൈസ്, അങ്ങനെ തിരഞ്ഞിരുന്ന് നമ്മളെ മുട്ട ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കിത് പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് സ്ഥലം കാലിയാക്കാം, അല്ലെങ്കിൽ ഇപ്പം ആളും ഗൈസ്. എനിക്ക് ഇങ്ങോട്ട് പോലീസ് വരില്ല ഗൈസ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് വരാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് പെട്ടെന്ന് പോവാം ഗൈസ്. ഇടിച്ച് കൊള്ളാം.
ഓ ഗൈസ് ഇതും കുറേ തിരഞ്ഞ് എക്സിറ്റ് നമ്മളിതേ ഇപ്പം എക്സിറ്റിൻ്റെ അടുത്ത് എത്താറട്ടോ. അതെ 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 ഇതാണ് നമ്മുടെ എക്സിറ്റ്. ഇനി ഇതിൻ്റെ പുറത്തേക്കൂടെ അങ്ങോട്ട് പോയാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് എക്സിറ്റ് കടന്ന് പോകണം, അല്ലെങ്കിൽ പോലീസ് വന്ന് സീനാവും ഗൈസ്. ഇപ്പം തന്നെ ശബ്ദം കേട്ട് ഗൈസ് എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ വരുന്നതാണ്. സോ ഗൈസ് പോലീസ് വന്ന് പൊക്കി നമ്മളെ അവന്മാരുടെ കാർ എടുത്തിരുന്നില്ല, അതൊക്കെ അത്രയല്ല, നമ്മൾ സീനാണെന്ന് അറിയാലോ. അവന്മാരുടെ സൈറിനിട്ട് ഇങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റും ഗൈസ്. അത് നല്ല രസമുള്ള പരിപാടിയാണ്. ഇനി കുറേ നേരം ചെയ്സൊക്കെ ഉണ്ടാവും, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്സ് ഉണ്ടാവും. അതൊക്കെ അതത്ര അതെ വന്നു തുടങ്ങി ഓരോന്നും കൂടി പ്രാന്താണ് കേട്ടോ ഗൈസ് ഇവർക്ക് ശരിക്കും. സോ ഗൈസ് നമ്മളങ്ങനെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ എഗ്സ് നമ്മുടെ കയ്യിൽ സേഫാണ്. അയ്യോ വീണ് ഗൈസ്, അത് സീനൊന്നും ഇല്ല, നമ്മുടെ കയ്യിൽ ഒരു സേഫ്റ്റിയാണ്. നമ്മൾ ഭയങ്കര സീനാണെന്ന് അറിയാലോ. നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് കയറി പോയാൽ മതി. അയ്യോ വീണ് ഗൈസ്, എന്ത് പറയാനാണ്, വീഴ്ചയാണ് എപ്പോഴും. ഡൊമിങ്കോസിൻ്റെ അടുത്ത് വീണ്ടും കയറേണ്ട വരും. സീനില്ല, കയറിപ്പോവാം. ചാട് ഡൊമിങ്കോസേ. എടാ എനിക്ക് ആ പൊട്ട മറച്ചു വെക്കാനായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സ്പോട്ട് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്. സോ ഗൈസ് ഡൊമിങ്കോസ് ഉദ്ദേശിച്ചത് നമ്മുടെ സ്പോട്ട് എന്ന് ഉദ്ദേശിച്ച് JCB ഇരിക്കുന്ന സ്ഥലം കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. എനിക്കത് തോന്നിയാണ്, ഡൗട്ട് അടിച്ചായിരുന്നു JCB തന്നെ ആണോ അല്ലെങ്കിൽ കാറാണോ എയർപോർട്ടിൻ്റെ പുറകിലാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു വഴിയുള്ളൂ, പെട്ടെന്ന് പോയി ഏതെങ്കിലും കാർ അടിച്ചു മാറ്റാം. നമുക്ക് ആ ലംബോർഗിനി അടിച്ചു മാറ്റാം ഗൈസ് നൈസായിട്ട്. ലംബോർഗിനി മതി, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ സ്ഥലത്ത് എത്താലോ. ഇറങ്ങണോ പുറത്ത്? ഇറങ്ങി. അയാളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇറക്കി വിടാം. നമുക്കിനി സ്പീഡിൽ പോവാം ഗൈസ്. ഇനി താളം കളിച്ച് നിൽക്കാൻ സമയമൊന്നും ഇല്ല ഗൈസ്. ചിഞ്ചനൊക്കെ ഞെട്ടിപ്പിക്കുക. ഇടിച്ച് ഞാൻ എങ്ങനെ പുറത്തേക്ക് വന്നത്? അയാൾ ഇഞ്ചക്ഷൻ മോഡ് ഓൺ ചെയ്ത് ഗൈസ്. ഇനി നമുക്ക് വേറൊരു കാർ അടിച്ച് മാറ്റാനുണ്ട്. നമുക്ക് പെട്ടെന്ന് അടിച്ചു വെച്ചാൽ വന്നു ഇറങ്ങണോ. ഇവനെ കൂടി എറിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം ഗൈസ്. പെട്ടെന്ന് എവിടെ ഇവിടെ എത്തി ഗൈസ്. നമ്മളിതേ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നല്ല സ്പീഡിലാണ് ഇനി എല്ലാം ചെയ്യാൻ പോണത്, കാരണം നമുക്കറിയാത്ത ഫാക്റ്റ് ആയിരിക്കും. JCB ഭയങ്കര ഒച്ച പോലെയാണ് എഴയുന്നത് ഗൈസ്. അതിനുള്ളിൽ കയറി കണ്ട ഗൈസ്, ഒച്ച പോലെയാണ് പോണത്. ഇത് കണ്ട് നിങ്ങൾക്ക് കാറിൻ്റെ ഇതിൻ്റെ സ്പീഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി അപ്പം തന്നെ മനസ്സിലാവും ഇത് ഒച്ചാണ് ഗൈസ്. ഒച്ചിനൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ പിന്നെ കുറേ യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട്. അത് കാരണമാണ് ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ വല്ല RGB വേർഷൻ ഉണ്ടെങ്കിൽ ഷിൻചാനെ ഏറ്റവും ഇഷ്ടമുള്ള വേർഷനാണ് വണ്ടികളുടെ RGB. സീൻ ഈ ഫീച്ചറൊക്കെ വീട്ടിൽ ചെന്ന് നോക്കാം. പോലീസ് വരാൻ ചാൻസ് ഉണ്ട്, അതാണ് ഗൈസ് പ്രശ്നം. സോ ഗൈസ് ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമില്ല. ഇനി ചിലപ്പോൾ പോലീസ് വന്ന് നമ്മളെ വളയാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പറഞ്ഞില്ലേ ഗൈസ്, വളഞ്ഞിരിക്കുന്നു 7 വശത്തുനിന്നു. നമുക്കെന്തായാലും ഇതൊന്നും വിഷയമല്ല. നമുക്ക് നേരെ വീട്ടിലെ ആ ഭാഗത്തേക്ക് പോവാം, എന്നാലേ നമുക്ക് സ്റ്റാർ കളയാൻ പറ്റുള്ളൂ. ഈ വട്ടം ഇടിച്ചിടിച്ച് സീനായി ഗൈസ്. ആകെ സീൻ ഡാർക്കായി ഗൈസ്. ഇതാ അനങ്ങാനും പറ്റുള്ള അത്രയേ ഉള്ളൂ. സോ ഗൈസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ആ സൈഡിലേക്ക് വിടാം. അപ്പം പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, വീടിൻ്റെ സൈഡിലേക്ക് ഒച്ചുപോലെ പോകുള്ളൂ. അത് കാരണം നമുക്ക് വീട്ടിൽ എത്തിയിട്ട് ഇനി കാണാം. സോ ഗൈസ് നമ്മളിതേ വീട്ടിൽ JCB ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഷിൻചാൻ ആണ് കൊടുക്കേണ്ട ഒരു സർപ്രൈസ് ഗൈസ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഷിൻചാൻ്റെ അടുത്തേക്ക് പോകാൻ. കൂടുതൽ കഥയും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് പോയി. എടാ ഷിൻചാനെ, ഞാൻ നിനക്ക് സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടെന്ന് താഴത്ത് വാ. സോ ഗൈസ് എനിക്കറിയില്ല ഷിൻചാൻ നമ്മുടെ ദേഷ്യമാണോ അതോ വർക്കൗട്ട് ചെയ്യുന്ന ക്ഷീണമാണോ എന്നൊന്നും. നമ്മളവന് സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിച്ചേക്കുന്നത്. ഞാൻ അതിന് വേണ്ടി തന്നെ അപ്പം അവൻ സർപ്രൈസ് ആവുമായിരിക്കുമല്ലേ, എനിക്കറിയില്ല ഗൈസ്. ഇപ്പം എന്തായാലും ഇനി നമുക്കൊണ്ട് ഇത് കാണിച്ചു കൊടുക്കാം. അയ്യോ ഈ സൈഡിലേക്കല്ലേ ഇങ്ങോട്ട്. ഇവിടെ ഷിൻചാനെ നമ്മുടെ സംഭവം എങ്ങനെയുണ്ട്, കൊള്ളാവോ? JCB ആണ്, ഇതൊക്കെ കൊള്ളാം. ഫ്രൈൻ ബൈ എനിക്കൊരു കാര്യം പറയാനുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരൻ പിൻചാൻ, ഇവൻ പറഞ്ഞ ഈ 100 സോ ഗൈസ് ഷിൻചാൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് 100 ആക്കിയാലാണ് നമുക്ക് പിൻചാനെ കൊണ്ടുവരാൻ, പിൻചാൻ വരുള്ളൂ. കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.